ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. ഗുഡ് ബാഡ് അഗ്ലി എങ്ങനെ നോക്കാം. ശോഭിതമണി ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജി വി പ്രകാശ്. ഗുഡ് ബാഡ് അഗ്ലി തമിഴ് ടീസർ. അജിത് കുമാർ, തൃഷ, ആദിക് രവിചന്ദ്രൻ, മൈത്രി ഒഫീഷ്യൽസ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇതിൽ എന്താണ് പുള്ളിന്റെ പേരില്ലാത്തത്? എടേ, ജി വി പ്രകാശ് ഇതിൽ എന്തോ ആണല്ലോ. ഇതിലൊന്നും കാണാനില്ലല്ലോ. പേരിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് മതി നമുക്ക് അടുത്ത പരിപാടി. മ്യൂസിക് ജി വി പ്രകാശ് കുമാർ. ഓക്കെ, പക്ഷെ മെയിൻ സംഭവത്തിൽ കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ആയിട്ട് പോട്ടെ. 1 മിനിറ്റ് 30 സെക്കൻഡ്. ലെറ്റ്സ് വാച്ച്. റെഡി. എന്താ കാണിച്ചു? ஒரு ரெட் டிராகன் அவன் போட்ட ரூல்ஸ அவனே பிரேக் பண்ணிட்டு வந்திருக்கானா? அவன் மூச்சிலேயே முடிச்சிருவான். நாம எவ்வளவுதான் குட்டா இருந்தாலும் இந்த உலகம் நம்மள பேட் ஆக்குது. എന്താ காட்டுறேன். வாழ்க்கையில் என்னெல்லாம் பண்ணக்கூடாதோ சில சமயங்கள் அதெல்லாம் பண்ணணும் பேபி. ഓ എന്താ സ്ക്രീന് அது മൈ ഗോഡ്. my darlings, missed you all. ഏപ്രിൽ 10 മാമേ. സിറട മാമേ. ഏപ്രിൽ 10 അപ്പോ ഒരു മാരക പടം കാണാൻ പറ്റും, ഉറപ്പാണ്. എന്താ സ്റ്റൈല്, എന്താ മേക്കിങ്, എന്താ സ്വാഗ്, ഡയലോഗ് ഡെലിവറി, ഓഫ്കോഴ്സ് ഏക്കേണ്ട വോയിസ്, ആ ഉള്ളുന്നുണ്ട് സൗണ്ട്. ഹോ, ശരിക്കും ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എങ്ങനെ പറയാം, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്നൊക്കെ പറയുന്ന പോലെ. മീൻസ് ഭയങ്കര സംഭവം അത്രയും ഇതെന്നല്ല, ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, കളർഫുൾ, ആ ഒരു രസമുള്ള കുറച്ച് ഫ്രെയിംസും. അതല്ലാതെ ഇപ്പോൾ ഒരു പടയെ പറയുകയാണെങ്കിൽ ഏതാ പറയാ? ഇത്തരത്തിൽ കുറെ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പടങ്ങൾ ഇങ്ങനെ വേണം ഇപ്പൊ ഇത് പറയാൻ. നമ്മൾ ഇവിടെ അങ്ങനെ ശ്രമിച്ചിട്ടുള്ള ഒരു പടം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഐഡിയോളജി അല്ല പറയണത്, ആ ഒരു ഫ്രെയിംസും ഭംഗിയാണ് ഉദ്ദേശിക്കുന്നത്. ആളുകളുടെ പെർഫോമൻസ് വൈസ് ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡബിൾ ബാരലിന്റെ ഒക്കെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടായിരുന്നല്ലോ, അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ പിടിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള, നാമ എவ்வளோ ഗുഡായിരുന്നാലും എന്തോരൊക്കെ സമയം ബാഡ് ആക്ടേഴ്സ് എന്ന് പറയുന്ന സാധനം, പുള്ളി വരുന്ന സ്റ്റൈൽസ്, ആ ഒരു ഷോട്ടൊക്കെ ചിരിഞ്ഞിങ്ങനെ വരുന്നതും, ആ വൈറ്റ് ഇട്ടിട്ട് ആ ഒരു കൗബോയ് ലുക്ക് അല്ല, എന്താ പറയാ, എങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല. ശരിക്കും ഒരു ഹോളിവുഡ് സ്റ്റൈലിഷ് മൂവി കാണുന്ന ഫീൽ എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ തോന്നി. ഗംഭീര പടമായിരിക്കുന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് എ കെ എന്ന് പറഞ്ഞ ഒരു റെഡ് ഡ്രാഗൺ എന്നാണ് പറഞ്ഞത്. ആ തുടക്കത്തിൽ കാണിക്കുന്നത് എന്തെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. അത് മറ്റേ എനിക്ക് തോന്നുന്നത് നമ്മൾ ടാറ്റു ചെയ്യുന്ന സമയത്ത് ആ ഇഞ്ചക്ട് ചെയ്യുമല്ലോ ബോഡിയിലേക്ക് കളർ, ആ പച്ചയും റെഡും കാണിച്ചത് ബ്ലഡ് അല്ലാതെ ആ ഇഞ്ചക്ട് ചെയ്യുന്നത് തൊലിയിൽ ഇങ്ങനെ കാണിക്കുന്നത് സൂം ചെയ്ത് കാണിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, കിട്ടില്ല ടീസർ, അല്ല ഒന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ് സാധനം. ഇതൊരു പൊളി.